മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലതാനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തു. ഇല്ലതാനി കളവ് പറയാനുള്ള ചങ്കൂറ്റം. അതിന് 2 വരി താഴെ വായിക്ക്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മൗലവി ഉണ്ടോ? ഉണ്ടെങ്കിൽ അൽബാനിയുടെ കിതാബിൽ 2 വരി താഴെ അബൂയഅലയുടെ ഹദീസിനെ കുറിച്ച് വഫീഹി ഇല്ലതാനി എന്ന് പറഞ്ഞതായി തെളിയിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആരാ എഴുതിയത്? മിസ്റ്റർ സലാം സുല്ലമി. അപ്പറഞ്ഞതിന് മറുപടി ശബാബിലാണ്. ശബാബിൽ ഒരു ലേഖനം, അബദ്ധം സമ്മതിക്കാതെ കരണം മറിയുന്നവർ. ആരെക്കുറിച്ചാണ്? കായക്കുടിയെ കുറിച്ചാണ്. ഇയാള് പറയാണ്, കണ്ടോ എന്താ പറയുന്നത് നിങ്ങൾക്ക്? അൽബാനിയുടെ വിശദീകരണത്തിന്റെ പൂർണ്ണരൂപം സ്കാൻ ചെയ്ത് ഇസ്ലാഹിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മൂപ്പര് പറയാണ്, അൽബാനി അതിനെ കുറിച്ച് അത് പറഞ്ഞിട്ടേ ഇല്ല, അത് വേറെ ഒരു ഹദീസിനെ കുറിച്ച് പറഞ്ഞത് വരികൾ വെട്ടിമാറ്റി ഹനീഫ മൗലവി അടക്കമുള്ളവർ സംവാദത്തിൽ കളവ് പറഞ്ഞതാണ് എന്ന് സലാം സുല്ലമിയാണ് പറയുന്നത്. എന്നിട്ട് അവസാനം ഈ ലേഖനത്തിന്റെ അവസാനം പറയാൻ കേട്ടോ, കായക്കൊടിയും കൗമിന് ഇഞ്ഞി നന്നാക്കാൻ ഒരാൾക്കും കഴിയൂല. സലാം സുല്ലമി ഇത് ഞാൻ അങ്ങനെ തന്നെ വായിച്ചുതരാം, കേട്ടോളൂ. ആലുവ സംവാദം CD-യിൽ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും ഇവരുടെ പിന്നാലെ തന്നെ കൂടുന്ന കൗമിനെ സന്മാർഗത്തിലാക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ എന്ന് സംശയിച്ചു പോവുകയാണ്. ഹനീഫനെ കുറിച്ച് സലാം സുല്ലമിയാണ് പറയുന്നത്. അത്രയും അണികളെ വിഡ്ഢികളാക്കി. കാരണം അറബി അറിയുന്ന ആർക്കും അറിയാം. അവിടെ വഫീഹി ഇല്ലതാനി പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചല്ല, അടുത്ത ഹദീസിനെ കുറിച്ചാണ്. എന്നിട്ട് 10 വരി കട്ടിട്ട് 2 വരി താഴെയെന്ന് അണികളെ വിഡ്ഢികളാക്കുന്ന ഈ മൗലവിമാരെ പിന്നിൽ പോകുന്നവർ ലോക വിഡ്ഢികളാണെന്ന് പറയുന്നത് ഗുരുനാഥനായ സലാം സുല്ലമിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.